Okay. Good afternoon. Good afternoon. എല്ലാവരും കുറെ നാളുകൾക്ക് ശേഷം കാണാണ് അല്ലേ? വിജിയോടൊക്കെ മറന്നുപോയോ? ട്വിറ്ററിന്റെ ക്ലാസ് ഒക്കെ കേൾക്കാറുണ്ടോ നിങ്ങള്? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും എത്തുന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു ടേം വെച്ചാണ്. പഴയ ക്ലാസ്സുകൾ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. നമ്മൾ കുറെ ടേംസും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഞാനിവിടെ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ് പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ആ ടേമിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന DR, റിലേറ്റീവ് ഡെൻസിറ്റി DR, അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സിന് ID എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. Emax minus E whole divided by Emax minus E minimum into 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. Emax minus E whole divided by Emax minus E minimum into 100. ഇക്വേഷന്റെ ഡെറിവേഷനും കാര്യങ്ങളുള്ള ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ള കാര്യം, ഓരോ ടേംസ് എന്താണെന്ന് നോക്കാം. Emax എന്ന് പറയുന്നത് മാക്സിമം വോയിഡ് റേഷ്യോ ഓഫ് സോയിൽ ഇൻ ലൂസസ്റ്റ് കണ്ടീഷൻ. സോയിൽ ലൂസ് ആയിരിക്കുന്ന സമയത്ത് ആ സോയിലിന്റെ മാക്സിമം വോയിഡ് റേഷ്യോ ആണ് Emax എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മിനിമം എന്ന് പറയുന്നത് മിനിമം വോയിഡ് റേഷ്യോ ഓഫ് സോയിൽ ഇൻ ദ ഡെൻസസ്റ്റ് കണ്ടീഷൻ. അത് ഡെൻസിറ്റി കൂടിയിരിക്കുന്ന സമയത്ത് ആ സോയിലിന്റെ മിനിമം വോയിഡ് റേഷ്യോ ആണ് ഈ മിനിമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ നമുക്കറിയാം, നാച്ചുറൽ സ്റ്റേറ്റിലെ ആ സോയിലിന്റെ വോയിഡ് റേഷ്യോ എന്താണോ അത്. ലൂസ് ആയിട്ടോ ഡെൻസ് ആയിട്ടോ ഒന്നുമല്ല, നാച്ചുറൽ സ്റ്റേറ്റില് അതിന്റെ വോയിഡ് റേഷ്യോ ആണ് ഈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിന്റെ ഡെൻസിനെസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ വോയിഡ് റേഷ്യോ നമ്മളത് എടുക്കുമെങ്കിലും വോയിഡ് റേഷ്യോ ഏകദേശം അത് തന്നെയാണ് കാണിക്കുന്നത് അല്ലെ? കാരണം വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞത്. എന്നാൽ പോലും വോയിഡ് റേഷ്യോനേക്കാളും നമുക്ക് സോയിലിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിനെസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനിയിപ്പോ ഇപ്പൊ ഒരു വ്യത്യാസം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ കുറച്ച് സോയിൽ എടുത്തു, രണ്ട് ടൈപ്പ് സോയിൽ എടുത്തു എന്ന് വിചാരിക്കും. രണ്ടിനും സെയിം വോയിഡ് റേഷ്യോ ആണ് എങ്കിൽ പോലും അതിന്റെ സോയിലിന്റെ ഡെൻസിനെസ് ഡിഫറെന്റ് ആവാം. മനസ്സിലായോ? ഈ സെയിം ആയിട്ടുള്ള രണ്ട് വോയിഡ് റേഷ്യോ സെയിം ആയിട്ടുള്ള രണ്ട് സോയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഡെൻസിനെസിന്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവാം. എന്നാൽ നമ്മൾ ഒരേ റിലേറ്റീവ് ഡെൻസിറ്റി ഉള്ള സോയിൽ എടുക്കുകയാണെന്ന് വിചാരിക്കും. രണ്ട് സോയിൽ ഉണ്ട്, അതിന്റെ രണ്ടിന്റെയും റിലേറ്റീവ് ഡെൻസിറ്റി സെയിം ആണ്. ആ കേസിലാണെന്നുണ്ടെങ്കിൽ ദേ യൂഷ്വലി ബിഹേവ് ഇൻ ഐഡന്റിക്കൽ മാനർ. അതായത് അത് സെയിം സോയിൽ പോലെ തന്നെ ബിഹേവ് ചെയ്യും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഡെൻസിനെസിന്റെ കേസ് എങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി വോയിഡ് റേഷ്യോയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? വോയിഡ് റേഷ്യോ സെയിം ആണെങ്കിൽ പോലും ചിലപ്പോൾ ഡെൻസിനെസിന്റെ കേസിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. രണ്ട് സോയിൽ ഒന്നാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ റിലേറ്റീവ് ഡെൻസിറ്റി സെയിം ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അത് ഒരേപോലെ ഒരേ പ്രോപ്പർട്ടി കാണിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ റിലേറ്റീവ് ഡെൻസിറ്റി സോയിലിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലോഡ് വരുമ്പോൾ അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി കൂടുതൽ ഡെൻസ് ആയിട്ടുള്ള ഒരു സോയിൽ ആണെന്ന് വിചാരിക്കും. ഒരുപാട് ഡെൻസ് ആയിട്ടുള്ള സോയിൽ ആണെങ്കിൽ അതിന് ഒരുപാട് ലോഡ് എടുക്കാനായിട്ട് സാധിക്കും. കുറച്ച് സെറ്റിൽമെന്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് സെറ്റിൽമെന്റോടുകൂടി ഒരുപാട് ഹെവി ലോഡിന് താങ്ങാനുള്ള കപ്പാസിറ്റി ആ സോയിലിന് ഉണ്ടായിരിക്കും. അതാണ് റിലേറ്റീവ് ഡെൻസിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ലോഡ് എടുക്കുന്നതിനനുസരിച്ച് അതിന്റെ ഡെൻസിറ്റിനെസിനനുസരിച്ച് നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ
DR നിങ്ങൾക്ക് ടേബിളിൽ കാണുന്നുണ്ടാവും. റിലേറ്റീവ് ഡെൻസിറ്റി ലെസ് ദാൻ 15 ആണ് എന്നുണ്ടെങ്കിൽ, റിലേറ്റീവ് ഡെൻസിറ്റി വളരെ കുറവാണ് അല്ലേ, അതിന്റെ അർത്ഥം എന്താണ്? ആ സോയിൽ വെരി ലൂസ് സോയിലാണ്. ഇനി 15 to 35 ആണെങ്കിലോ ലൂസ് സോയിൽ, 35 to 65 മീഡിയം ഡെൻസ് ആയി, ഒന്നുകൂടെ ഡെൻസ് ആയി തുടങ്ങിട്ടാ. 35 to 65 ആണെങ്കിൽ മീഡിയം ഡെൻസ്, 65 to 85 ആണെങ്കിൽ ഡെൻസ് സോയിൽ, 85 to 100 ആണെങ്കിൽ വളരെ ഡെൻസ് ആണ്, വെരി ഡെൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇക്വേഷൻ നോക്കിയേ. ഇക്വേഷനിൽ നമ്മൾ DR ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കും. DR എപ്പോഴാണ് 0 ആവുക? ഈ ഈക്വൽ ടു ഇ മാക്സിന് ഈക്വൽ ആണെങ്കിൽ മുകളിലത്തെ ടേം 0 ആയി. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്തായി? 0 ആയി. അപ്പോൾ നാച്ചുറൽ സ്റ്റേറ്റിലുള്ള വോയിഡ് റേഷ്യോ മാക്സിമം വോയിഡ് റേഷ്യോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 0. സിമിലർലി ഈ മാക്സ് ഈസ് ഈക്വൽ ടു ഇ മിനിമം ആയിക്കഴിഞ്ഞാൽ, സോറി, ഇ ഈസ് ഈക്വൽ ടു ഇ മിനിമം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വാല്യൂ എന്തായി മാറും? 100. കംപ്ലീറ്റ് റിലേറ്റീവ് ഡെൻസിറ്റി 100% ഉണ്ടായിരിക്കും അല്ലെ. ഇത്രയാണ് റിലേറ്റീവ് ഡെൻസിറ്റിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഈ ടേബിൾ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, നല്ലതാണ്. ഓക്കെ, നമ്മൾ ഈ PSC എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, പോറോസിറ്റി, വാട്ടർ കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. വോളിമെട്രിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അതൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള അവയുടെ റിലേഷൻഷിപ്പാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഹെഡിങ് നിങ്ങൾക്ക് കാണാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ, എസ്, ഡബ്ല്യു ആൻഡ് ജി. ഇ എന്തായിരുന്നു? വോയിഡ് റേഷ്യോ. എസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഡബ്ല്യു വാട്ടർ കണ്ടന്റ്, ജി ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഇതിൽ ഓരോന്നിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഇ വോയിഡ് റേഷ്യോ എന്തായിരുന്നു? വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷനോ? വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. വാട്ടർ കണ്ടന്റ് weight of water divided by weight of solids. Specific gravity gamma s by gamma w എന്നൊക്കെ പറയാം അല്ലേ. ഓക്കെ, അപ്പൊ ഇത് എല്ലാം കൂടെ കണക്ട് ചെയ്ത ഒരു ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോ ഈ ഇക്വേഷൻ വോയിഡ് റേഷ്യോ ഇ എന്താണ് നമുക്കറിയാം. എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഞാൻ ഇനി ഇതിൽ ചെറിയൊരു അറേഞ്ച്മെന്റ് വരുത്താൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് നോക്കുക. ഇ ഇസ് ഈക്വൽ ടു വി വി ബൈ വി എസ് ആണെന്ന് നമുക്കറിയാം. ഞാൻ അതിനോടുകൂടി ഒരു വി ഡബ്ല്യു ബൈ വി ഡബ്ല്യു മൾട്ടിപ്ലൈ ചെയ്യാണ്. സെയിം എഫക്റ്റ് അല്ലേ? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഞാൻ എന്ത് ചെയ്തു? വോളിയം ഓഫ് വാട്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഇതിലൊരു റീഅറേഞ്ച്മെന്റ് നടത്താൻ പോവുകയാണ്. നോക്കിക്കോളൂ. വി വി ഡിവൈഡഡ് ബൈ വി ഡബ്ല്യു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെച്ചു. വി വി ഡിവൈഡഡ് ബൈ ക്രോസ് ആക്കിയിട്ട് എഴുതി വെച്ചു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ക്രോസ് ആക്കി എഴുതി വെച്ചു. വി വി ഡിവൈഡഡ് ബൈ വി ഡബ്ല്യു. പിന്നെ എന്താ വരിക? വി ഡബ്ല്യു ബൈ വി എസ്. ക്ലിയർ ആയോ? ഇ ഈസ് ഈക്വൽ ടു വി വി ബൈ വി ഡബ്ല്യു ഇൻറ്റു വി ഡബ്ല്യു ബൈ വി എസ്. എങ്ങനെ വന്നതെന്ന് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു മാറ്റം വരുത്താം. നമുക്കറിയാം ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വാട്ടർ. ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ആണ് അല്ലെ, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് അല്ലേ. അത് വാട്ടറിന്റെ ആണെങ്കിൽ എന്താ? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വാട്ടർ. ഡബ്ല്യു വെയിറ്റ് ബൈ വോളിയം അത്രയുള്ളത്. വാട്ടറിന്റെ ആയതുകൊണ്ട് നമ്മൾ വാട്ടർ എന്ന് ഡബ്ല്യു എന്ന് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് വി ഡബ്ല്യുവിനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? ഇൻ ടേംസ് ഓഫ് ഡബ്ല്യു ഡബ്ല്യു ബൈ ഗാമ ഡബ്ല്യു എന്ന് എഴുതാം അല്ലെ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് അതിനെ റീഅറേഞ്ച് ചെയ്ത് വി ഡബ്ല്യു ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ഗാമ ഡബ്ല്യു. അതുപോലെ തന്നെ നമുക്ക് വി എസിനെയും മാറ്റാം അല്ലെ. ഗാമ എസ് എന്ന് പറഞ്ഞിട്ട് ഡബ്ല്യു എസ് ബൈ വി എസ് ആണ്. സോ വി എസ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു എസ് ബൈ ഗാമ എസ്. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഈ ഞാൻ ഇവിടെയുള്ള ഈ വി ഡബ്ല്യു ബൈ വി എസിനെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിക്കാം. ഇ ഇസ് ഈക്വൽ ടു വി വി ബൈ വി ഡബ്ല്യു അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു വി ഡബ്ല്യുവിന് പകരം ഡബ്ല്യു ഡബ്ല്യു ബൈ ഗാമ ഡബ്ല്യു എന്ന് എഴുതി. വി എസിന് പകരം ഡബ്ല്യു എസ് ബൈ ഗാമ എസ് എന്ന് എഴുതി.
ഓക്കെ ആയില്ലേ? ഇത്രയും ക്ലിയർ ആണോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കുക. E is equal to VV by VW. ഇനി ആ ഭാഗത്തുള്ളതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. അത്രയേ ഉള്ളൂ. WW by WS into gamma S by gamma W. ക്ലിയർ അല്ലേ? ഇനി G എന്താണെന്ന് നമുക്കറിയാം. G ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു ആണ് അല്ലേ? അപ്പൊ ഈ ഒരു ടേം ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു ജി ആണെന്ന് കിട്ടി. ഇനി ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗാമ എസിനെ ഞാൻ ജി ഗാമ ഡബ്ല്യു എന്ന് എഴുതി. ഗാമ എസിനെ ഞാൻ ജി ഗാമ ഡബ്ല്യു. ജി ഇസ് ഈക്വൽ ടു ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു ആണ്. സോ ഗാമ എസ് ഇസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു. ഓക്കെ, ഗാമ എസിനെ ഞാൻ അവിടെ മാറ്റി എഴുതും. അപ്പൊ ഇ ഇസ് ഈക്വൽ ടു വി വി ബൈ വി ഡബ്ല്യു ഇൻറ്റു ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് ഇൻറ്റു ഈ ഗാമ എസിനെ ഞാൻ ജി ഗാമ ഡബ്ല്യു ബൈ ഗാമ ഡബ്ല്യു എഴുതും. ഓക്കെ, ഇനി ഗാമ ഡബ്ല്യു രണ്ടും കട്ട് ചെയ്ത് പോകും അല്ലെ? ഈ രണ്ട് ഗാമ ഡബ്ല്യു കട്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് എന്തെന്നാ ഇക്വേഷൻ വരിക? E is equal to VV by VW നെ ഞാൻ 1 by VV by VW എന്ന് എഴുതി. 1 by VV by VW into WW by WS into G. ഈ VV by VW എന്തായിരുന്നു? E is equal to 1 WG. ഇത് W ആണ് അല്ലേ? WW by WS എന്ന് പറയുന്നത് W ആണ് into G all divided by this term is S. ഇവിടെ കറക്ഷൻ ഉണ്ട് അല്ലേ? 1 divided by VW by VV വരുമായിരുന്നു. ഓക്കെ, കറക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ E is equal to WG by S. അതിന് ഞാൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? SE is equal to WG. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇക്വേഷൻ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഈ ഡെറിവേഷൻ പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗാമ ജി ഇ ഡബ്ല്യു ആൻഡ് ഗാമ ഡബ്ല്യു. ഗാമ ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, G specific gravity, E void ratio, W water content, gamma W unit weight of water. ഓക്കെ, ഇനി ഇതിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് നോക്കുക. നമുക്കറിയാം ഗാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ബൈ വോളിയം ആണെന്ന് അറിയാം അല്ലെ? ടോട്ടൽ വെയിറ്റ് ബൈ ടോട്ടൽ വോളിയം ആണ് അല്ലെ? എല്ലാറ്റിനും വാട്ടർ, സോളിഡ്സ്, എയർ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ടോട്ടൽ വെയിറ്റ് ബൈ ടോട്ടൽ വോളിയം. ഇനി ഞാൻ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഡബ്ല്യുവിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഡബ്ല്യു എസ് പ്ലസ് ഡബ്ല്യു ഡബ്ല്യു. നമുക്ക് 3 ഫേസസ് ഓർത്ത് നോക്കിയേ. ടോട്ടൽ ഡബ്ല്യു എന്ന് പറയുന്നത് ഡബ്ല്യു എസ് പ്ലസ് ഡബ്ല്യു ഡബ്ല്യു. എയറിന്റെ എടുക്കേണ്ട കാര്യമില്ല, നമ്മൾ 0 ആയിട്ടാണ് എടുക്കാറെന്ന് എപ്പോഴും പറയാറുണ്ട് അല്ലെ? ഇത് ടോട്ടൽ വോളിയത്തിന് ഞാൻ അതുപോലെ തന്നെ വി എസ് പ്ലസ് വി വി എന്ന് എഴുതി. വി വി എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് എയറും പെട്ടു, വോളിയം ഓഫ് വാട്ടറും പെട്ടു അല്ലെ? വി വി വോളിയം ഓഫ് വോയിഡ്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ നിന്ന് ഡബ്ല്യു എസിനെ കോമൺ ആയിട്ട് എടുക്കുന്നു. സോ ഗാമ ഇസ് ഈക്വൽ ടു ഡബ്ല്യു എസ് ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ബൈ ഡബ്ല്യു എസ്. ഓക്കെ, ഡബ്ല്യു എസിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ എന്തെന്ന് വന്നു? ഡബ്ല്യു എസ് ഇൻറ്റു ബാക്കി എന്തുണ്ടാവും? 1 പ്ലസ് ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ്. സിമിലർലി ഡിനോമിനേറ്ററിലെ വി എസിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ വി എസ് ഇൻറ്റു 1 പ്ലസ് വി വി ബൈ വി എസ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുക. ശ്രദ്ധിക്കൂ, നമ്മുടെ ഇക്വേഷൻ ഇതാ. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഇതാണ്. ഡബ്ല്യു എസ് ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ബൈ ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് ഹോൾ ഡിവൈഡ് ബൈ വി എസ് ഇൻറ്റു 1 പ്ലസ് വി വി ബൈ വി എസ് എന്നാണ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയുന്നതാണ്. നമുക്ക് അത് വെച്ച് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഡബ്ല്യു എസ് ബൈ വി എസ് എന്തായിരിക്കും? ഡബ്ല്യു എസ് ബൈ വി എസ്. W എന്ന് പറയുന്നത് വെയിറ്റ്, ഡബ്ല്യു എസ് വെയിറ്റ് ഓഫ് സോളിഡ്, വി എസ് എന്ന് പറയുന്നത് വോളിയം ഓഫ് സോളിഡ്സ്. അതെന്ന് പറയുന്നത് വെയിറ്റ് ബൈ വോളിയം ഗാമ എസ് ആയിരിക്കും അല്ലെ? ഗാമ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് ആയിരിക്കും. ഇനി ഡബ്ല്യു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് എന്താണ്? നമുക്കറിയാം വാട്ടർ കണ്ടന്റ്.
വി ബൈ വി എസ് എന്താണ്? വി ബൈ വി എസ് നമ്മൾ പഠിച്ചിട്ടുള്ള വോയിഡ് റേഷ്യോ ഇ. ഇനി ഇത് വെച്ച് നമ്മൾ മാറ്റി എഴുതുകയാണ്. ഗാമ ഇസ് ഈക്വൽ ടു ഗാമ എസ് ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആയോ? നമ്മൾ എന്തൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് നോക്കുന്നത്? ഗാമ അവിടെ ഉണ്ട്, ജി വന്നില്ല അല്ലെ, ഇ ഉണ്ടോ? ഇ ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, ഗാമ ഡബ്ല്യു ഇല്ല. അപ്പൊ ഈ ഗാമ എസ് നമുക്ക് വേണ്ട, ജിയും ഗാമ ഡബ്ല്യു മതി. അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടില്ലേ? ജിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു. അപ്പൊ ഗാമ എസിനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ജി ഗാമ ഡബ്ല്യു എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഗാമ ഇസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, ബേസിക് ഇക്വേഷൻ ആണ്, നിർബന്ധമായിട്ടും പഠിക്കണം. ഗാമ ഈ ഡെറിവേഷനും പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ചൊരു റിലേഷൻഷിപ്പ് നമുക്കറിയാം. എന്താ? എസ് ഇ ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു അല്ലെ? നേരത്തെ ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ റിലേഷൻഷിപ്പ് പഠിച്ചത് എന്താ? എസ് ഇ ഈക്വൽ ടു ജി ഡബ്ല്യു. അത് വെച്ച് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് എസ് ഇ ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ഈ ഒരു ഇക്വേഷൻ വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്ത് എഴുതി കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. അപ്പോ ക്ലിയർ ആണല്ലോ രണ്ടാമത്തെ റിലേഷൻഷിപ്പ്. നമുക്ക് അടുത്ത റിലേഷൻഷിപ്പിലേക്ക് പോകാം. നമ്മുടെ ഇപ്പൊ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ഗാമ ഇസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ അല്ലെ? ഇനി അത് എസ് സി ഈക്വൽ ടു ജി ഡബ്ല്യു വെച്ച് റീപ്ലേസ് ചെയ്തതാണ് ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് എസ് സി ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ഇനി ഡ്രൈ യൂണിറ്റ്, ഇതിപ്പോ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്. ഗാമ എന്ന് പറയുന്നത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്. നമുക്ക് വേണ്ടത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആകണമെങ്കിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്തായിരിക്കും? ഡ്രൈ കണ്ടീഷനിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഡ്രൈ കണ്ടീഷനിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഗാമ ഡി ഇസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഗാമ ഡി ഇസ് ഈക്വൽ ടു പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം ഗാമ ഡി ഇസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ഓക്കെ, ഇനി സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണ് വേണ്ടതെന്ന് വിചാരിക്കുക. അതായത് അവിടെ വെള്ളമുണ്ട്. ദാറ്റ് മീൻസ് എസ് ഈക്വൽ ടു 100% സാച്ചുറേഷൻ ഉണ്ട് എന്നാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഗാമ സാറ്റ് ഈസ് ഈക്വൽ ടു ജി പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ഈ എസ് എന്നുള്ള ടേം എന്തായി? 1 ആയി മാറി. എസ് എന്നുള്ള ടേം 1 ആയി മാറി. അപ്പൊ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് ഒന്നുകൂടി ഇല്ലേ, സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഇല്ലേ? എങ്ങനെ കണ്ടുപിടിക്കുക? ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഗാമ ഡാഷ് ഇസ് ഈക്വൽ ടു ജി മൈനസ് 1 ഇൻറ്റു ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നത്, സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ ബൾക്ക് യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ ആയി, ഡ്രൈ യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ ആയി, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ ആയി, സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ ആയി. ഓക്കെ, ഇനി അടുത്ത റിലേഷൻഷിപ്പ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത റിലേഷൻഷിപ്പ് ആണ് ഗാമ ഡബ്ല്യു ആൻഡ് ഗാമ ഡി. ഗാമ എന്ന് പറയുന്നത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ഡബ്ല്യു എന്ന് പറയുന്നത് വാട്ടർ കണ്ടന്റ് ആൻഡ് ഗാമ ഡി എന്ന് പറയുന്നത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ്. നമുക്ക് നോക്കാം. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ബൈ വോള്യൂ ആണ്. അത് ഞാൻ വെയിറ്റിനെ ഡബ്ല്യു എസ് പ്ലസ് ഡബ്ല്യു എന്നാക്കി എഴുതി. എന്നിട്ട് ഡബ്ല്യു എസിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. 1 പ്ലസ് ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് നമുക്ക് കിട്ടി. ഇനി ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് നമുക്കറിയാം, ദാറ്റ് ഈസ് വാട്ടർ കണ്ടന്റ്. ഇനി അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഡബ്ല്യു എസ് ബൈ വി എന്ന് പറയുന്നത് ഗാമ ഡി ആണ്. അപ്പൊ നമുക്ക് ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു. വെറും ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണല്ലേ, അത് കാണിക്കാനാണ് ബി എന്ന് എഴുതുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതിന് നമുക്ക് ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ ബി ബൈ 1 പ്ലസ് ഡബ്ല്യു, ഗാമ ഡി ബൈ 1 പ്ലസ് ഡബ്ല്യു. ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അപ്പോൾ ഈ റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ ഡിറൈവ് പഠിച്ചത്. ഇ ഇസ് ഈക്വൽ ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് എൻ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു.
അതുപോലെ n is equal to E divided by 1 plus E. അതും ആദ്യം പഠിച്ചത് തന്നെയാണ്. SE is equal to GW. ഇക്വേഷൻസ് എല്ലാം നമ്മളിപ്പോ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ആണ്, ഞാൻ വായിക്കുന്നില്ല. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇക്വേഷൻ പറയാനും അറിയണം, അതുപോലെ ഇതിന്റെ എല്ലാം ഡിറൈവ് ചെയ്യാനും അറിയണം. നമ്മുടെ അടുത്ത് ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നിർബന്ധമായിട്ടും പഠിക്കാം. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത് പ്രോബ്ലംസിലേക്ക് പോവുകയാണ്. ഒരു 5-6 പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ വോയിഡ് റേഷ്യോ ഓഫ് എ സോയിൽ സാമ്പിൾ ഈസ് 0.62. ഫൈൻഡ് ദ പോറോസിറ്റി ഓഫ് സോയിൽ. ഒരു ഡീറ്റെയിൽ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. വോയിഡ് റേഷ്യോ, പോറോസിറ്റി കണ്ടുപിടിക്കണം. വല്ല ഐഡിയ ഉണ്ടോ? നമുക്കറിയാം E is equal to 0.62 given ഡാറ്റ ആണ്. N ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. N is equal to E divided by 1 plus E. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? N കിട്ടും. വാല്യൂ എത്രയാ? 0.38, അതായത് 38%. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോ പോറോസിറ്റി തന്നിട്ട് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയുന്ന ഇക്വേഷൻ എന്താ? E is equal to N divided by 1 minus N. ആ ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാനായിട്ട് അറിയണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഗിവൺ സോയിൽ സാമ്പിൾ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ ഈസ് 30 cc, in which 50 cc is volume of voids and 10 cc is the volume of water. Find out the porosity, void ratio, degree of saturation and air content. ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കുക, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് നമ്മൾ ആദ്യം എടുത്ത് എഴുതുകയാണ്. ടോട്ടൽ വോളിയം തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ ക്യൂബ്, cc സെന്റിമീറ്റർ ക്യൂബ്. അതില് 15 എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ആണ്, VV ആണ്. അതില് 10 എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടർ ആണ്. ഇത്രേ തന്നിട്ടുള്ളൂ. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? പോറോസിറ്റി കാണണം N, വോയിഡ് റേഷ്യോ കാണണം E, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാണണം S ആൻഡ് എയർ കണ്ടന്റ് AC. നമ്മുടെ 3 ഫേസ് ഡയഗ്രാം ഇങ്ങനെയാണ്. സോയിൽ, വാട്ടർ, എയർ അല്ലെ? അതിലെ ടോട്ടൽ വോളിയം ആണ് എന്ത്? 30 എന്ന് തന്നിട്ടുള്ളത്. അതുപോലെ വോളിയം ഓഫ് വോയിഡ്സ്, അതായത് വോളിയം ഓഫ് എയറും വോളിയം ഓഫ് വാട്ടറും ചേർന്നതാണ് എന്ത്? 15. ഈ വോളിയം ഓഫ് വാട്ടർ മാത്രം തന്നിട്ടുണ്ട് 10. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് എയർ കണ്ടുപിടിച്ചൂടെ? എത്ര വരും? 15 മൈനസ് 10, 5 വരും അല്ലേ? ഇനി വോളിയം ഓഫ് സോളിഡ്സ് കാണാൻ എന്താ ബുദ്ധിമുട്ട്? ടോട്ടൽ വോളിയം 30 ആണ്, വോളിയം ഓഫ് വോയിഡ്സ് 15 ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സോളിഡ്സ് 30 മൈനസ് 15, 15 തന്നെ വരും. ഇപ്പൊ എല്ലാ ടേംസും നമുക്ക് കിട്ടി. ഇനി സിമ്പിൾ ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? എങ്ങനെ? ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പോറോസിറ്റി ആണ്. പോറോസിറ്റി എന്ന് പറയുന്നത് VV ബൈ ടോട്ടൽ വോളിയം ആണ്. VV 15, ടോട്ടൽ വോളിയം 30, സോ 0.5, 50%. ഇനി E is equal to VV by VS ആണ്. VV എത്രയാണ്? 15 ആണ്. VS എന്ന് പറയുന്നത് 15 ആണ്. സോ E is equal to 1. ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് VW by VV ആണ്. VW 10 ആണ്. VV എന്ന് പറയുന്നത് 15 ആണ്. സോ ആൻസർ ഈസ് 0.66, 66%. എയർ കണ്ടന്റ് കാണാൻ പറഞ്ഞു. VA by VV ആണ്. പെർസെന്റേജ് എയർ വോയിഡ്സ് അല്ല, എയർ കണ്ടന്റ് ആണ്. VA by VV. VA is 5, VV is 15. So value is 0.33, 33%. Clear ആണോ? നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ 3 ഫേസ് ഡയഗ്രത്തിലേക്ക് മാറ്റി അതിന്റെ ബാക്കിയുള്ള എല്ലാ ടേംസും നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ഇക്വേഷൻസിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ കോമ്പാക്റ്റഡ് സോയിൽ സാമ്പിൾ with a bulk unit weight of 19.62 kilonewton per meter cube has a water content of 15%. If the specific gravity of soil is 2.65, determine dry density, void ratio and degree of saturation.
given data എഴുതുകയാണ്. bulk unit weight gamma b 19.62 kilonewton per meter cube. Water content 15%, specific gravity g is equal to 2.65. കാണാൻ പറഞ്ഞിട്ടുള്ളത് dry density gamma d, void ratio e, degree of saturation s. Okay, നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഇത്രയാണ്. ഇനി W തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്, ഗാമ ബി ബൾക്ക് യൂണിറ്റ് വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഗാമ ഡി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ഗാമ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡബ്ല്യു. നേരത്തെ പഠിച്ചില്ലായിരുന്നോ? ഡെറിവേഷൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. ഗാമ ബി എത്രയാ? 19.62, 1 പ്ലസ് ഡബ്ല്യു എത്ര? 0.15. ഓക്കെ, അപ്പൊ നമുക്ക് ഗാമ ഡി കിട്ടി. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഗാമ ഡി എന്ന് പറഞ്ഞ വേറൊരു ഇക്വേഷൻ നമുക്കറിയാം, ജി ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് സി. ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കുക? ഇ കണ്ടുപിടിക്കുക അല്ലെ. 1 പ്ലസ് ഇ ഇസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ ഗാമ ഡി. അതിൽ നിന്ന് ഗാമ ഡബ്ല്യു നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കണ്ടുപിടിക്കുക? ഈ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഇക്വേഷനിൽ നമുക്ക് ജി അറിയാം, ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് 9.81 ആണ്, ഗാമ ഡി നമുക്കറിയാം 17.06 ആണ്. അതിൽ നിന്ന് ഇ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ട അടുത്ത ടേം എന്താ? എസ് ആണ് അല്ലെ. അത് ഇമ്പോർട്ടൻറ്റ്, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്താ? നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, എസ് ഈക്വൽ ടു ജി ഡബ്ല്യു. അതിൽ നിന്ന് എസ് കണ്ടുപിടിക്കുക. എസ് ഇസ് ഈക്വൽ ടു 76%. ഓക്കെ, എസ് ഈക്വൽ ടു ജി ഡബ്ല്യു ആണ്. അപ്പോൾ എസ് കാണാനായിട്ട് ജി ഡബ്ല്യു ഹോൾ ഡിവൈഡഡ് ബൈ ടി. ജി നമുക്കറിയാം, ഡബ്ല്യു അറിയാം, ഇ നമ്മൾ കണ്ടുപിടിച്ചു. സോ എസ് ഈസ് ഈക്വൽ ടു 76% നമുക്ക് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. A soil specimen has a water content of 10% and a wet unit weight of 20 kilonewton per meter cube. The specific gravity of solid is 2.72. Determine the dry unit weight, void ratio, degree of saturation. Take gamma W is equal to 10 kilonewton per meter cube. നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ആദ്യം എടുത്തെഴുതാം. വാട്ടർ കണ്ടന്റ് എത്രയാ? ഗാമ ബി ബൾക്ക് യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട് 20 kilonewton per meter cube. Water content 10%, specific gravity 2.72, and gamma W is equal to 10 kilonewton per meter cube. അല്ലെ, എന്തൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗാമ ഡി, വോയിഡ് റേഷ്യോ ഇ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എസ്. ഇത്രയും കാര്യങ്ങൾ വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയിരുന്ന അതേ ഗാമ ഡി okay, gamma d is equal to gamma b divided by 1 plus w. അല്ലെ, ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗാമ ഡി is equal to 20, ഗാമ ബി തന്നിട്ടുണ്ട് അല്ലെ, ഡബ്ല്യു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഗാമ ഡി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ഗാമ ഡി is equal to നേരത്തെ ചെയ്ത പോലെ തന്നെ ജി ഗാമ ഡബ്ല്യു ഡിവൈഡ് ബൈ 1 പ്ലസ് സി. അതിൽ നിന്ന് ഇ കണ്ടുപിടിക്കാം. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ എസ് എന്താ? S is equal to GW ആണ്. സോ S is equal to GW divided by E ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷനും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നേരത്തെ ചെയ്തില്ലേ? അതേ പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, വാല്യൂസ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി അടുത്ത പ്രോബ്ലം ആണ്. A partially saturated soil sample obtained from earth field has a natural water content of 22% and unit weight of 19.62. Assuming specific gravity of solid as 2.7, density of water as 1 gram per cc, compute degree of saturation, void ratio. പിന്നെ ഒന്നുകൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. If subsequently soil gets saturated, degree of saturation ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ determine the unit weight. Okay, ആദ്യം given datas
bulk unit weight 19.62, water content 22%, G is 2.7, and density of water 1 gram per cc. അതായത് gamma W 10 kilonewton per 9.81 നമ്മൾ calculation ഈസി ആക്കുന്നതിന് വേണ്ടി 10 എടുക്കുമെന്ന് മാത്രം പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാ? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണം, വോയിഡ് റേഷ്യോ ഇ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ S ഈക്വൽ ടു 1 ആണെങ്കിൽ ഗാമ സാറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, G gamma W into 1 plus W by 1 plus C. ഇതിൽ നിന്ന് നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് G അറിയാം, നമുക്ക് ഗാമ W അറിയാം, വാട്ടർ കണ്ടന്റ് അറിയാം, അതുപോലെ ഗാമയും അറിയാം. ഇതിൽ നിന്ന് E എന്ന വാല്യൂ കണ്ടുപിടിക്കാം. G എത്രയാ? 2.7. ഗാമ W എത്രയാ? 10. വാട്ടർ കണ്ടന്റ് എത്രയാ? 22%, 0.22. ഗാമ നമുക്കറിയാം 19.62. ഇതെല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇ കണ്ടുപിടിക്കാം. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഇ കണ്ടുപിടിക്കാം. ഇനി അപ്പോൾ ഇ ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് S ഈസ് ഈക്വൽ ടു ജി ഡബ്ല്യു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് കണ്ടുപിടിക്കാം അല്ലെ. ജി അറിയാം, ഡബ്ല്യു അറിയാം, ഇ അറിയാം. സോ എസ് വാല്യൂ ഈസ് 87%. ഇനി S ഈക്വൽ ടു 1 ആണെങ്കിൽ ഗാമ സാറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലെ. S ഈക്വൽ ടു 1 ആണെങ്കിൽ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആയിരിക്കില്ലേ അത്? G plus E into gamma W divided by 1 plus E. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ്. അതിൽ G അറിയാം, E അറിയാം, ഗാമ W അറിയാം. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി 20.1 kilonewton per meter cube. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വേണ്ടത് എന്താണ്? എല്ലാ റിലേഷൻഷിപ്പും നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് തന്നിട്ടുള്ള വാല്യൂസ് വെച്ച് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ആണ്. A saturated sample of clay has a water content of 30%. If the soil specific gravity is 2.7, find void ratio, porosity, dry unit weight and bulk unit weight. അപ്പോൾ നമ്മൾ ആദ്യം given data എഴുതുന്നു. വാട്ടർ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, സാച്ചുറേറ്റഡ് സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 1 ആയിട്ട് എടുത്തു. വാട്ടർ കണ്ടന്റ് 30%, സ്പെസിഫിക് ഗ്രാവിറ്റി 2.7, ഗാമ W 10 എന്നായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് കണ്ടുപിടിക്കേണ്ടത് വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആൻഡ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. സിമ്പിൾ ആണ്. എന്താണ്? S ഈക്വൽ ടു ജി ഡബ്ല്യു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? ഇ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇ ഈസ് ഈക്വൽ ടു 0.81. ഓക്കെ, S ഈക്വൽ ടു ജി ഡബ്ല്യൂല് ഇ. എസ് നമുക്കറിയാം 1 ആണ്, ജി നമുക്കറിയാം 2.7 ആണ്, ഡബ്ല്യു നമുക്കറിയാം 30%. സോ ഇ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഇ അറിയാമെങ്കിൽ പോറോസിറ്റി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. N ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോറോസിറ്റിയുടെ വാല്യൂ കിട്ടി 44.7%. ഓക്കെ, ഇനി ഗാമ ഡി കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഗാമ ഡി ഈസ് ഈക്വൽ ടു ജി ഗാമ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. അതിലെല്ലാ ടേംസും നമുക്കറിയാം. ജി എത്രയാണ്, ഗാമ ഡബ്ല്യു എത്രയാണ്, ഇ എത്രയാണെന്ന് അറിയാം. സോ ഗാമ ഡി ഈസ് ഈക്വൽ ടു 14.91 kilonewton per meter cube എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗാമ ബി ആണ്. ഗാമ ഡി വെച്ച് ഗാമ ഈസ് ഈക്വൽ ടു ഗാമ ഡി ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗാമ ബി ആണ്. ഗാമ ഡി 14.91 ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു. ഡബ്ല്യു നമുക്കറിയാം 0.3. ഗാമ ബി ഈസ് ഈക്വൽ ടു 19.38 kilonewton per meter cube. ഓക്കെ, അപ്പൊ 6 പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രോബ്ലംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് പഠിക്കണം. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. ക്ലാസ് കേട്ട് നോട്ട്സ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.